GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരത്ഭുത രേഖയെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് സാമ്പത്തിക ലാഭം നമുക്ക് കൊണ്ടുതരുന്ന ഒരു അത്ഭുതപ്പെട്ട ഒരു രേഖയാണ് ഇന്ന് നമ്മൾ പറയുന്ന വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇമേജ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൂടി സഹായിക്കുക. ഇമേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് മുമ്പായി നിങ്ങളുടെ അറിവിലേക്കായി ഒരു കാര്യം കൂടി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ പാമിസ്ട്രി മല്ലു എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതിൻ്റെ മുഴുവൻ രീതികൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ അസ്ട്രോളജി 2025 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതും കംപ്ലീറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ലഭിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനായിട്ട് നമ്മൾക്ക് ഇമേജിലേക്ക് പോകാം. ഇതാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇമേജ്. അപ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയുകയാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ, ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖ, ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ എന്ന് പറയും, ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോരേഖ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ ആയുർരേഖയുടെ ഒപ്പം തന്നെ കുറച്ച് തുണരേഖകൾ സഞ്ചരിക്കുന്നുണ്ട്. ഈ ആയുർരേഖയുടെ ഒപ്പം തന്നെ കുറച്ച് തുണരേഖകൾ. ഇതിനർത്ഥം വളരെയധികം കോടീശ്വരന്മാർ നിങ്ങളാവുമെന്നും ജീവിതത്തിലെ എല്ലാ അപകടഘട്ടത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുമെന്നും ആണ് അത് പറയുന്നത്. കാരണം വെച്ചാൽ ഏതൊരു അപകട ഘട്ടത്തിൽ കൂടെ കടന്നു പോയാലും ഈ തുണരേഖകൾ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മുടെ ആയുസ്സിന് കോട്ടം വരുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവുകയില്ല. കാരണം നമുക്ക് എത്ര സ്വത്തുക്കൾ സമ്പാദിച്ചു വെച്ചാലും നമ്മളത് ആസ്വദിക്കണമെങ്കിൽ നമ്മൾ ആയുഫോട് കൂടി ഭൂമിയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ലാഭമുള്ളൂ. കോടീശ്വരനായ ശേഷം നമുക്ക് വലിയ ആയുഫുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പ്രയോജനങ്ങളൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയുഫോട് കൂടി നമുക്ക് ആ ഒരു സ്വത്ത് വകകൾ ആസ്വദിക്കണമെങ്കിൽ നമ്മൾ തുണരേഖകൾ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ സ്വത്തുക്കളും കിട്ടും, സാമ്പത്തികം കിട്ടും. ആ സമ്പത്ത് കൂടുതൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ആയുർരേഖ മറ്റ് പൊട്ടലോ ചിറ്റലോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇത്തരം ഒരു രേഖ വരുന്നത് വളരെ എന്തുകൊണ്ടും ഐശ്വര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ഒന്നാമത്തെ പാമിസ്ട്രിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് വെച്ച് കാണുക. ഫസ്റ്റ് പാമിസ്ട്രി മല്ലു പ്ലേലിസ്റ്റിൻ്റെ ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മത്സ്യത്തിൻ്റെ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ വരുന്ന ഐശ്വര്യം. അത് ഇവിടെ വിദേശരേഖ വരുന്ന സ്ഥലത്താണ് ഇവിടെ മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നിരിക്കുന്നത്. ഇതെല്ലാം വ്യത്യസ്ത ഹാൻഡുകളായിട്ടാണ് നിങ്ങൾ കരുതേണ്ടത്, അല്ലാതെ ഒരു ഹാൻഡായിട്ട് നിങ്ങൾ കരുതരുത്. ഇതിപ്പോൾ ഒരാളുടെ കാര്യമെന്ന് കരുതുക, ഇത് മറ്റൊരാളുടെ കാര്യമെന്ന് കരുതുക. കാരണം ഈ പറയുന്ന എല്ലാ രേഖയും ഒന്നിച്ച് ഒരാളുടെ ഹാൻഡിൽ വരാറില്ല. അപ്പം മനസ്സിലാവുക. ഇവിടെ ഇപ്പോൾ ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ മത്സ്യത്തിൻ്റെ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഈ മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ വിദേശ രേഖയുടെ ഭാഗത്താണ് ഈ മത്സ്യചിഹ്നം വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഞാൻ വിദേശരേഖയെപ്പറ്റി പറഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പാമിസ്ട്രി മല്ലു എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക. അപ്പോൾ അത് വിദേശരേഖയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ഇവിടെ ഒരു മത്സ്യത്തിൻ്റെ ചിഹ്നം വന്നിരിക്കുകയാണ്. ഭയങ്കരമായ, അത് നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്തൊരു സമ്പത്തിൻ്റെ കുത്തൊഴുക്കാണ് ജീവിതത്തിൽ. അങ്ങനെ ഒരു മത്സ്യചിഹ്നം അവിടെ വന്നാൽ, മത്സ്യചിഹ്നം എവിടെ വന്നാലും പ്രശ്നമില്ല. ചില നക്ഷത്ര ചിഹ്നങ്ങൾ നമ്മൾ ഐശ്വര്യമായി പറയുമ്പോൾ ചില സമയം ആയുർരേഖയിൽ, ബുദ്ധിരേഖയിൽ, ഹൃദയരേഖയിലൊക്കെ നടുക്ക് നക്ഷത്ര ചിഹ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു ശുഭസൂചനയല്ല. പക്ഷേ മത്സ്യത്തിൻ്റെ ചിഹ്നം എവിടെ വന്നാലും ജീവിതത്തിന് ഐശ്വര്യം മാത്രമാണ്. ചൂണ്ടുവിരലിനടിയിൽ, തള്ളവിരലിനടിയിൽ, കൈയുടെ ഈ ഭാഗങ്ങളിൽ, അതുപോലെ ഈ ഭാഗങ്ങളിൽ എവിടെ ആയുർരേഖയുടെ അവസാനം, നടുക്ക്, ഹൃദയരേഖയുടെ എവിടെ വന്നാലും ഒരു കുഴപ്പമില്ല. മത്സ്യത്തിൻ്റെ ചിഹ്നത്തിന് ഇതുപോലെ 2 വാലുണ്ടായിരിക്കും. ഈ വാലില്ല എങ്കിൽ ഇതിനെ അറിയപ്പെടുന്നത് ദ്വീപ് എന്നാണ്. അപ്പം മനസ്സിലാക്കുക, ദ്വീപും മത്സ്യചിഹ്നവും മാറിപ്പോരുന്ന മത്സ്യചിഹ്നത്തിന് വാലുണ്ട്. ആ 2 വാലുണ്ടെന്ന് മനസ്സിലാക്കുക. അതാണ് മത്സ്യം. വാലുള്ളതാണ് മത്സ്യം. വാലില്ലാതെ ഒരു തല മാത്രമാണെങ്കിൽ എന്നെ ദ്വീപ് എന്നാണ് പറയുന്നത്. ദ്വീപ് അത്ര ശുഭകരമല്ല. എവിടെ വന്നാലും ദ്വീപ് അല്പം ശുഭകരമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മത്സ്യചിഹ്നം വന്നു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യം ലഭിക്കും മനസ്സിലാക്കുക. അടുത്തായിട്ട് നമുക്ക് മൂന്നാമതൊരു ചിഹ്നം പഠിക്കാം. ചിഹ്നം തന്നെയല്ല, ഇതൊരു രേഖയാണ്, ഒരു സിമ്പിളാണ്. അപ്പോൾ ഇതുപോലെ ചെറുവിരലിന് അടിഭാഗത്തായിട്ട് താഴേക്ക് ഒരു ലൈനും അതിനോടടുത്ത് തന്നെ വലത്തേക്ക് ഇതുപോലെ തന്നെ ഒരു ലൈനും പോവുകയാണ്. ഇങ്ങനെ പോകുന്നുണ്ടെങ്കിൽ വളരെയധികം ബിസിനസ്സിലൂടെ രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ ഭയങ്കരമായൊരു തെളിവാണ് കാണുന്നത്. ആ വ്യക്തി ഇപ്പോഴത്തെ അവസ്ഥ നോക്കണ്ട, ഇപ്പോഴത്തെ അവസ്ഥ മാറി ആ വ്യക്തി ജീവിതത്തിൽ വളരെയധികം പുരോഗതി നേടും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ആ കാണുന്ന ഒരു ചിഹ്നം. അത്രയ്ക്ക് ശക്തമായൊരു ചിഹ്നമാണ് ആ കാണുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക.
വളരെയധികം ഉയർച്ചകൾ ജീവിതത്തിൽ ലഭിക്കുമെന്ന് മനസ്സിലാക്കുക. സാമ്പത്തികമായി ബിസിനസ് പരമായി വളരെയധികം വളരുമെന്നും മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സംസാരിക്കാനുണ്ട്. കുറെ കൂടി നമുക്ക് ജ്യോതിഷത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വീഡിയോയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ കണ്ടു അത്ഭുതകരമായ ഒരു ചിഹ്നം മത്സ്യത്തിൻ്റെ വിദേശരേഖയിൽ മത്സ്യം വന്നാൽ എന്താണ് ഫലം, അതുപോലെ തന്നെ നമ്മുടെ ആരരേഖയോടൊപ്പം തുണരേഖകൾ വന്നാൽ എന്താണ് ഫലം, ചെറുപേരിന് താഴെ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് ഫലം തുടങ്ങിയവയെല്ലാം നമ്മൾ ഇന്ന് കണ്ടു കഴിഞ്ഞു. അപ്പം നമുക്ക് വളരെയധികം ജീവിതത്തിൽ ഉയർച്ച വരും എന്നുള്ളതിൻ്റെ വളരെയധികം മനസ്സിലാക്കാൻ പറ്റിയ ഒരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വിഷയത്തെപ്പറ്റി സംസാരിക്കാം. അടുത്ത വിഷയം ഇതാണ്. നമ്മുടെ ജ്യോതിഷപരമായി 27 നക്ഷത്രങ്ങൾ നമുക്ക് തിരിച്ചിട്ടുണ്ട്. ഈ 27 നക്ഷത്രങ്ങളിൽ 27 ആളുകൾക്കും 27 നക്ഷത്രപ്പെടുന്ന 27 ആളുകൾക്കും അല്ലെങ്കിൽ 27 നക്ഷത്രത്തിനും ചില നക്ഷത്രങ്ങളിലുള്ള ആളുകൾ അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പൊരുത്തമുള്ള നക്ഷത്രക്കാർ, പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാർ. പൊരുത്തമുള്ള നക്ഷത്രക്കാരാണ് തമ്മിൽ വരുന്നെങ്കിൽ ഇഷ്ടം, സ്നേഹം, പ്രേമം, വിവാഹ ജീവിതം, ബിസിനസ്സുകൾ, കൂട്ടു ബിസിനസ്സുകൾ, ഒന്നിച്ചുള്ള പ്രവർത്തനം, ടൂറ്, ഫ്രണ്ട്ഷിപ്പ്, സന്തോഷം, സമാധാനം തുടങ്ങിയവ ലഭിക്കും. ഇനി പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ വാക്ക് തർക്കം, കത്തിക്കുത്ത്, കൊലപാതകം, അടി, ഇടി, തൊഴി, വിരോധം, വാക്ക് തർക്കം, അസഭ്യം പറയുക, ജോലി സ്ഥലത്ത് നിന്ന് ജോലി നഷ്ടപ്പെടുക, മാനഹാനി തുടങ്ങിയ എന്ത് ഭവിഷ്യത്ത് വരുന്ന ഒരു പ്രശ്നങ്ങളിലും പെട്ട് വ്യക്തികൾ പോകുന്ന അവസ്ഥയാണ് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ വരുന്നത്. 27 നക്ഷത്രക്കാർക്കും ഇത് വീതിച്ചിട്ടുണ്ട്. ആർക്കും ഇത് ഇല്ലാത്തതില്ല, ആർക്കും എക്സ്ട്രാ ആയിട്ട് കൂടുതൽ അനുഭവവും ഇല്ല. പക്ഷേ ഒരു ചെറിയൊരു കണക്ക് വ്യത്യാസം ഇതിലുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, ഉണർതം വരെ ഉള്ള നക്ഷത്രക്കാർക്ക് അല്പം ശത്രു നക്ഷത്രങ്ങൾ മുന്നോട്ട് കൂടിയിരിക്കുക. പൊരുത്തമുള്ള നക്ഷത്രക്കാർക്ക് എണ്ണം അല്പം കുറവും. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഈ പ്രബലമായ ഈ നക്ഷത്രങ്ങൾ ദൈവികമായ പല ഗുണങ്ങളും കാണിക്കുന്ന ജ്യോതിഷത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ കുറേയധികം നക്ഷത്രങ്ങളാണിത്. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന നക്ഷത്രങ്ങളാണ്. താഴോട്ട് വരുന്ന നക്ഷത്രത്തിലുള്ളവർ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന നക്ഷത്രങ്ങൾ സ്വന്തം ജീവിതത്തിൽ വരുന്ന ഐശ്വര്യവും ഇവരുടെ ഒരു നക്ഷത്രത്തിൻ്റെ ഒരു സഞ്ചാരപാത, ഇവരുടെ ഒരു പൊതു സ്വഭാവം കൊണ്ട് തന്നെ ജീവിതത്തിൽ വിജയം നേടുന്ന നക്ഷത്രക്കാരാണ്. അപ്പം ഇവർക്ക് ശത്രു നക്ഷത്രങ്ങൾ അമിതമായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ജീവിതം വാശിയോടുകൂടിയായിരിക്കും ഇവർ കാര്യങ്ങൾ കീഴടക്കും, വിജയിക്കുകയും ചെയ്യും. ആ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയാണ് സത്യത്തിൽ ഇത്രയും ശത്രു നക്ഷത്രത്തെ എങ്കിലേ വാശിയുണ്ടാകും. വാശിയില്ല എങ്കിൽ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ നേട്ടമുണ്ടാവുകയില്ല. അപ്പം നമുക്ക് വാശിയോടെ വളരണമെങ്കിൽ ഇത്രയും ശത്രു നക്ഷത്രം കാണണം. എങ്കിലേ ഉള്ളൂ നമുക്കതിനെ തോൽപ്പിച്ച് മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ. എപ്പോഴും സ്നേഹവും സഹകരണവും ഒക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ ലളിതമായൊരു ജീവിതം ജീവിച്ചാൽ മതി എന്ന് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത, കണക്ക് കൂട്ടാൻ പറ്റാത്ത ഉയരങ്ങളിൽ എത്തണമെന്നുള്ള ചിന്ത വരണമെങ്കിൽ ആരെങ്കിലും നമ്മളെ പ്രകോപിപ്പിക്കണം. ആരെങ്കിലും നമ്മളെ പ്രകോപിതനാക്കുമ്പോഴാണ് നമ്മൾ അത് എന്നെക്കൊണ്ട് സാധിക്കും എന്ന് കാണിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കും. ചിലപ്പോൾ വർഷങ്ങളെടുത്തെന്ന് വരും, ചിലപ്പോൾ പെട്ടെന്ന് നടക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും വിജയിച്ചു വരാൻ. അപ്പോൾ പ്രകോപനം വരുമ്പോഴാണ് എല്ലാ കാര്യത്തിലും ഒരാൾക്ക് വിജയം വരും. അപ്പോൾ ശത്രു നക്ഷത്രങ്ങൾക്ക് എണ്ണ കൂടുതലാണെങ്കിൽ ആ വ്യക്തി 24 മണിക്കൂറും പ്രകോപനങ്ങളുടെ ഇടയിൽ പോകുമ്പോൾ വളരുന്ന മൈൻഡ് സെറ്റ് കൂടിയുള്ള നക്ഷത്രമാണെങ്കിൽ വളരും, അല്ലെങ്കിൽ തളരും. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിക്കും. അപ്പം വളരുന്ന നക്ഷത്രക്കാരെയാണ് ലിസ്റ്റ് ഞാൻ പറഞ്ഞത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, പുണർതം, ഇത്രയും നക്ഷത്രങ്ങൾ. ബാക്കിയുള്ള നക്ഷത്രങ്ങൾക്ക് ശത്രു നക്ഷത്രങ്ങൾ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? എല്ലാം ആവശ്യപ്പെടുന്നത് എന്ത് മുന്നിൽ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക് ഒരു മടി വരും, ഒരു ആഘോഷപൂർണ്ണമായ ജീവിതം വരും. ദുഃഖങ്ങളും ദുരിതങ്ങളും കുറയുകയാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും കുറയുമ്പോൾ ആഘോഷപൂർണ്ണം, എവിടെ ചെന്നാലും സന്തോഷം. അപ്പോൾ അത് കൂടുതൽ ചിന്തിക്കുകയില്ല. എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ രോഗത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല. നമ്മൾ ആരോഗ്യപരമായ പ്രവർത്തികൾ ചെയ്യും. നമുക്കെന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ അത് രോഗത്തെ തരണം ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ വ്യായാമമോ മറ്റുള്ള കാര്യങ്ങളിലോ കൂടി തിരിയും. നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് രോഗങ്ങളൊന്നും വരുന്നില്ല, ചിലപ്പം വ്യായാമമൊന്നും ചെയ്യാതെ ഏറ്റവും അവസാനം വന്ന് ഫൈനലി നമ്മൾ വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തെ അതിജീവിക്കാനായിരിക്കും ചിലപ്പോൾ നമ്മൾ വ്യായാമമോ യോഗയോ കരസ്ഥമാക്കുന്നത്. എന്ന് പറയുന്ന പോലെ ചില നക്ഷത്രങ്ങൾക്ക് പ്രചോദനം കൊടുക്കാനായിട്ട്
എല്ലാ നക്ഷത്രങ്ങൾക്കും ഉണ്ട്, ഇല്ലാതില്ല. ചിലർക്ക് ഇപ്പോൾ എണ്ണം കുറവുണ്ടെന്ന് മാത്രമല്ലാതെ ഇല്ലാതെയില്ല. അപ്പോൾ ശത്രു നക്ഷത്രങ്ങളും മിത്ര നക്ഷത്രങ്ങളും തിരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ കുറേയധികം നക്ഷത്രങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അവസാന നക്ഷത്രങ്ങളിലേക്ക് നമ്മൾ എത്താറായി. 27 നക്ഷത്രത്തിൽ ലാസ്റ്റ് നക്ഷത്രങ്ങളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ അവിട്ടം വരെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു, തിരുവോണം അവിട്ടം പറഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ പ്രീവിയസ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ വീഡിയോ വെച്ച് കാണുക. അപ്പോൾ ഇനി നമ്മൾ പറയാനുള്ളത് ചതയം നക്ഷത്രത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ചതയം നക്ഷത്രം. ചതയം നക്ഷത്രവും ആയിട്ട് പൊരുത്തമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ അതിലൊരു ചെറിയ കാര്യമുള്ളത്, ഈ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ പേര് പറയുമ്പോൾ കലണ്ടറിൽ ആ ദിവസങ്ങൾ വരുന്ന ദിവസവും അത്ര ശുഭകരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അത്ര ശുഭകരമല്ല, അന്നല്പം മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും. ഇതുകൊണ്ടാണ് ചില ദിവസം മോശമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക. ഒരു എനർജി കുറവ്, വയറുവേദന, ക്ഷീണം, തലകറക്കം, അപമാനങ്ങൾ, കാര്യപരാജയം, ധനനഷ്ടം തുടങ്ങിയവ ചില ദിവസങ്ങളിൽ സംഭവിക്കും. ചില ദിവസങ്ങൾ വളരെയധികം സന്തോഷം, സമാധാനം, നല്ല ഭക്ഷണം, അടിപൊളി ദിവസം, എന്തുകൊണ്ടും കൊള്ളാം, ടെൻഷൻ ഇല്ലാത്തൊരു ഒരു പ്രശ്നവും അനുഭവപ്പെടാത്ത അനുഭവങ്ങൾ തോന്നുക. ചില ദിവസങ്ങളിൽ സ്ട്രെസ്സ്, ടെൻഷൻ, തലവേദന, പ്രയാസം, ഭയം തുടങ്ങിയവ അനുഭവപ്പെടുന്നതിനും പൊരുത്തമില്ലാത്ത ദിവസം വരുന്നതും പൊരുത്തമുള്ള ദിവസങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് എന്നുള്ളതും ആ കണക്ക് പൂർണ്ണമായി പഠിക്കണമെങ്കിൽ പാമശ്രീ മല്ലു എന്നുള്ള പ്ലേലിസ്റ്റ് കാണുകയെന്നും കൂടി ഞാൻ പറയുന്നു. അതിലാണ് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അല്ലാതെ തന്നെ ഞാൻ ഗണപ്പൊരുത്തം എന്നൊക്കെ പറഞ്ഞുകൊണ്ടും മറ്റ് അസുരഗണം, ദേവഗണം, മനുഷ്യഗണം എന്നും പറഞ്ഞുകൊണ്ടും എക്സ്ട്രാ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അത് അസ്ട്രോളജി 2025 പറയുന്ന പ്ലേലിസ്റ്റാണ്. 2 പ്ലേലിസ്റ്റിലും ഞാനിത് മിക്സപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പം ചതയം നക്ഷത്രക്കാർ ആരോടല്ല പൊരുത്തം ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ചിത്തിര നക്ഷത്രം ചില പാദക്കാരുമായിട്ട് ചതയം നക്ഷത്രക്കാർക്ക് പൊരുത്തമില്ല. എല്ലാ ചിത്രയോടുമല്ല, ചില പാദക്കാർക്ക്. പാദം എന്നുള്ളത് ജനിക്കുന്ന സമയമനുസരിച്ചാണ്. ഒരു നക്ഷത്രത്തിന് 4 പാദമുണ്ട്. അപ്പോൾ നേരം വെളുക്കുന്നതനുസരിച്ചാണ് നക്ഷത്രം 1 തുടങ്ങും. ഉച്ചയാകുമ്പോൾ 2 3 പറയുന്ന വൈകുന്നേരങ്ങളിലാണ്. രാത്രി കാലങ്ങൾ 4 പറയുക. അപ്പോൾ ആ ഒരു രീതിയിൽ ജനിക്കുന്ന കുട്ടികളുടെ ആ പാദവ്യത്യാസം അനുസരിച്ച് ചില പാദങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ഞാൻ ഇതിനെപ്പറ്റി പറയാം. ഏത് പാദം ഏതോനോട് യോജിക്കുമെന്നുള്ളത് നമുക്ക് വഴിയെ സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു 60% ഭാഗമായിട്ട് ഉൾക്കൊള്ളാം. ഇപ്പം ചില പാദക്കാരുമായിട്ട് ചതയത്തിന് പൊരുത്തമുണ്ട്, ചില പാദക്കാരുമായിട്ട് പൊരുത്തമില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ചിത്രപ്പെടുന്ന ആളുമായിട്ടും പൊരുത്തമില്ല, ചിത്രപ്പെടുന്ന ദിവസവുമായിട്ടും പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കുക. അടുത്ത ചതയവും അത്തവും തമ്മിൽ പൊരുത്തമില്ല. അപ്പം ചതയവും അത്തവും തമ്മിൽ പൊരുത്തമില്ല എന്നുള്ളത് മനസ്സിലാക്കുക. വാക്കുകർക്കം, വഴക്ക് തുടങ്ങിയവയെല്ലാം അവിടെ നടക്കും. ഞാൻ പണ്ടൊരിക്കൽ ഒരു ചതയവും അത്തവും ഭാര്യയും ഭർത്താവുമായിട്ട് ഉള്ള ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ എപ്പോഴും വാക്ക് തർക്കത്തിലാണ്, ഫുൾ ടൈം വാക്ക് തർക്കം. അതെന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പാദവ്യത്യാസം ഞാൻ പറഞ്ഞു. ചില പാദവ്യത്യാസം ഉള്ളതുകൊണ്ടാണ്. അതൊരു പ്രണയ വിവാഹമായിരുന്നു. അവർ ഒരുപാട് വർഷമായി, അവർക്ക് കുട്ടികളൊക്കെ വളർന്ന് ഒരുപാട് +1 +2 എത്തിയിട്ടും അവർ തമ്മിലുള്ള വഴക്ക് അവസാനിക്കുന്നില്ല. പക്ഷെ പാദവ്യത്യാസത്തിൻ്റെ പൊരുത്തം കാരണമാണ് ആ വിവാഹം നടന്നത് തന്നെ, അല്ലെങ്കിൽ വിവാഹം നടക്കത്തില്ല. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പ്രവൃത്തികൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പൊരുത്തത്തില്ല. ഇതൊരു പ്രണയവിവാഹമായിരുന്നു. പ്രണയവിവാഹം എന്ന് പറഞ്ഞാൽ പല മാനദണ്ഡമുണ്ട്. ചിലർ പണത്തിൻ്റെ പിന്നിലായിരിക്കും, ചിലപ്പം വാഹനം, അപ്പോഴത്തെ ഒരു പ്രായത്തിൻ്റെ ഒരു എടുത്തിയാട്ടം കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ വാക്ക് തർക്കങ്ങൾ ആരംഭിക്കുകയും പൊരുത്ത വ്യത്യാസം കിടക്കുന്നതിൻ്റെ ഒരു ചെറിയ ഹാങ് ഓവർ അല്ലെങ്കിൽ വാങ്ങൽ എന്നൊക്കെ മലയാളത്തിൽ പറയും. എൻ്റെ വാങ്ങൽ കിടക്കുന്നു എന്ന് പറയും. ഹാങ് ഓവർ മൂലം ചില പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നേരം എടുത്ത് വൈകുന്നേരം വരെ വഴക്ക്, നേരെ കണ്ട വഴക്ക്, അകന്നിരിക്കുമ്പോൾ സ്നേഹം. അങ്ങനെ ചെയ്യുന്ന ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഞാൻ ഇതേപ്പറ്റി സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ അവരോട് പറയാതെ അവരുടെ നക്ഷത്രങ്ങൾ എന്തെന്ന് എനിക്ക് മനസ്സിലായപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന വാക്ക് തർക്കങ്ങളുടെ പ്രധാന സീക്രട്ട് എന്തെന്ന് ഞാൻ അന്ന് മനസ്സിലാക്കി. അത് അവരോട് പറയാനൊന്നും ഞാൻ പോയില്ല, കാരണം വെച്ചാൽ അത് പറയാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ അത് ശരിയാവുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ മനസ്സിലേക്ക് ഞാൻ മനസ്സിലാക്കി ഇതിങ്ങനെയാണ്, ഇതിൽ എത്ര സത്യമുണ്ട് എന്നുള്ളത് ആദ്യം എനിക്ക് പരീക്ഷിക്കണമായിരുന്നു. എനിക്കും ആദ്യം വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. അസ്ട്രോളജി എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് അത്ര യുക്തിപരമായ സമീപനങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാൻ. പക്ഷേ ഞാൻ ഇപ്പോഴും യുക്തിപരമായ സമീപനത്തിനോട് കൂടിയാണ് നിൽക്കുന്നത്. അതില്ലാതെ ഞാൻ ജ്യോതിഷം, പാമിസ്ട്രി എന്നും പറഞ്ഞുകൊണ്ട് അതിൽ മുങ്ങിക്കിടക്കുകയല്ല. യുക്തിപരമായ സമീപനം കൊണ്ട് പലതും മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ
പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഈ പറഞ്ഞൊരു യുക്തി വർക്ക് ചെയ്യുന്നില്ല. അതുമാത്രമാണ് എനിക്ക് ഏറ്റവും പൂർണ്ണമായും വിശ്വാസമായ കാര്യം. ജീവിതത്തിൽ വിശ്വസിക്കുക. ജ്യോതിഷത്തെ അപ്പാടെ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ജ്യോതിഷത്തെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ. അല്ലാതെ ജ്യോതിഷി എന്നുള്ളതോ അല്ലെങ്കിൽ ഒരു ജ്യോത്സ്യൻ എന്നുള്ളതോ അല്ല. ഒരു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, പുറത്തു നിന്ന് ഇതിനെന്ന് മാറി നിൽക്കുന്ന, വീക്ഷിക്കുന്ന ഒരു വ്യക്തി, ഒരു അനലൈസ് ചെയ്യുന്ന ഒരു വ്യക്തി. ജ്യോതിഷം എന്താണ്, ഇത് എവിടം വരെ അതിന് സത്യമുണ്ട്, പൂർണ്ണമായും അത് സത്യമാണോ, ഇതിൽ നുണയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി ഒന്ന് അനലൈസ് ചെയ്തിട്ട് മറ്റുള്ളവർ പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത്. മറ്റുള്ളവരോട് ഈ ഒരു അറിവ് കൂടി എത്തിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇതിനെപ്പറ്റി മാറി നിന്ന് കാണുന്ന ഒരു കാഴ്ചക്കാരൻ മാത്രമാണ് ഞാൻ. അല്ലാതെ ഇതിൽ മാറി നിന്ന് ഒരു കളി കാണുന്ന ഒരു കാഴ്ചക്കാരൻ, അല്ലാതെ ആ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നൊരു പ്ലെയർ അല്ല ഞാൻ. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു രീതിയിൽ മാറി നിന്ന് ഞാൻ വീക്ഷിച്ചപ്പോൾ ഒരത്തവും ചതയവും വിവാഹം കഴിച്ചത് എനിക്കറിയാം. അപ്പോൾ ആ ആളുകളുടെ വഴക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കരനൊരു വഴക്കാണ് ഞാൻ കണ്ടത്. നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ ഒരു ഭർത്താവ് എല്ലാ കാര്യവും ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ ഒരു ഭാര്യയാണ് ചതയം വരുന്നത്, ഭർത്താവ് അർത്ഥമാണ്. പക്ഷേ വാക്ക് തർക്കമെന്ന് പറയുന്നത് ഭയങ്കരമായ രീതിയിലാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചില വാക്കുകളൊക്കെ പരസ്പരം നോക്കാതെ അവർ പറയുന്നു. അത് സഹിക്കില്ല. നമ്മളതുപോലുള്ള രീതിയിലുള്ള ബഹളങ്ങൾ. പിന്നെ ഭയങ്കര സ്നേഹം. രാവിലെ ഭയങ്കര ചണ്ട, അതിനുശേഷം ഉച്ച കഴിയുമ്പോൾ ഭയങ്കര സ്നേഹം. ആൾക്കാരാണോ വഴക്ക് പിടിക്കുന്നത് നമ്മൾ ചിന്തിക്കും. വീണ്ടും രാത്രി കാലങ്ങളിൽ ചില ദിവസങ്ങൾക്ക് നല്ല ദിവസം, ചില ദിവസങ്ങൾ മോശം ദിവസം, ഭയങ്കര പ്രശ്നങ്ങൾ. അപ്പോൾ അതാണ് പൊരുത്തം. പാദവ്യത്യാസം കാരണം ചില പൊരുത്തമുണ്ടെങ്കിൽ ഇത്തരം ചില പ്രശ്നങ്ങളൊക്കെ നടക്കും. ചേരുവരുത്തുന്ന ആളുകളൊക്കെ തമ്മിൽ വിവാഹമൊക്കെ കഴിച്ചെന്ന് വരും. മനസ്സിലാക്കണം. ഇത് തന്നെയാണ് ചില പ്രണയനൈരാശ്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്. ചിലപ്പോൾ പാദവും പൊരുത്തവും ഒക്കെ നോക്കാത്ത ആളുകൾ തമ്മിൽ പ്രണയിക്കുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരിട്ടേച്ച് പോകും, പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ നിരാശ വരുന്നതിന് മെയിൻ കാരണവും ഈ സത്യത്തിൽ പൊരുത്തമില്ലാത്തത് തന്നെയാണ്. പൊരുത്തം കൂടുതലാണെങ്കിൽ അവർ ഒന്നിച്ച് തന്നെ ജീവിക്കും. അല്ലെങ്കിൽ അതുപോലൊരു സംഭവം പറഞ്ഞു. അല്ലാതെ ഒരാൾ മുഖം കറുത്ത് മിണ്ടാതെ നടക്കുന്നു, മാറി നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും പാദവ്യത്യാസം കൊണ്ടുള്ള പൊരുത്തമാണ്. പൂർണ്ണമായ പൊരുത്തം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചിലർക്ക് വെറുപ്പ്. നമുക്ക് പറയാം ചെറിയൊരു ഇഷ്ടം, എന്തുകൊണ്ടോ ഒരു ഇഷ്ടം, പക്ഷേ എന്തുകൊണ്ടോ വെറുപ്പ് എന്ന് പറയുന്നത്. മിണ്ടാതിരിക്കുക, സൈലൻ്റ് ആവുക, മെസ്സേജുകൾക്ക് മറുപടി ഇല്ലാതാവുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചില നമ്മൾ പത്രവാസികളിലൊക്കെ ഭയങ്കരമായ പ്രശ്നങ്ങൾ വായിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ സീക്രട്ട് ഇതാണ്, പൊരുത്തമില്ലാത്ത ഇത്. അപ്പോൾ അടുത്ത നക്ഷത്രം ഏതാണ് ചതയമായിട്ട് നമുക്ക് പൊരുത്തമില്ലാത്തതെന്ന് വെച്ചാൽ ഉത്തര നക്ഷത്രമായിട്ട് പൊരുത്തമില്ല. ഉത്തര നക്ഷത്രവും ചതയവും തമ്മിൽ യാതൊരുവിധ പൊരുത്തമില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇവരോട് ഒരു ഇടപെടൽ, ഉത്തര നക്ഷത്രക്കാർ ബിസിനസ്സുകാരാണ്, അതുപോലെ തന്നെ എല്ലാവരോടും മാന്യമായി ഇടപെടുന്ന ആൾക്കാരാണ്. ചതയംകാരും പുറകോട്ടല്ല, എല്ലാവരോടും മാന്യമായിട്ട് ഇടപെടുന്ന ആളുകളാണ്. ഓവറായിട്ട് മറ്റുള്ളവരോട് കൂടുതൽ അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കൈ കടത്തി അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ആളുകളാണ് ചതയംകാർ. അതുകൊണ്ട് തന്നെ അവരുടെ ഇടപെടലുകൾ ചില സമയം ഉത്തരവുമായിട്ടുള്ള പൊരുത്തക്കുറവ് ഇവർ അറിഞ്ഞെന്ന് വരികയില്ല. വാക്കുതർക്കങ്ങളൊന്നും അങ്ങനെ ഉണ്ടായെന്നും വരികയില്ല. അപ്പം ഉത്തരവുമായിട്ട് പൊരുത്തമില്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുക. ചതയത്തിലുള്ള ആൾ ഒരു ചതയവും കാർത്തികയും തമ്മിൽ പൊരുത്തമില്ല. ഇവിടെ പ്രത്യേകിച്ച് പാദവും നോക്കേണ്ട, പൊരുത്തമില്ല. അശ്വതിയും ചതയവും പൊരുത്തമില്ല, പക്ഷേ പാദവ്യത്യാസത്തിൽ പൊരുത്തമുണ്ട്. അപ്പം പാദവ്യത്യാസ പൊരുത്തങ്ങൾ കിടക്കുന്ന ഏറ്റവും കൂടുതൽ ചതയത്തിനാണ്. മനസ്സിലാക്കുക. ഇത്രയും പാദവ്യത്യാസം പൊരുത്തമുള്ളത് ചതയത്തിനെ മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് അത്ര ഇല്ല. മകരത്തിനൊക്കെ ഉണ്ട്, പക്ഷേ ചതയത്തിനാണ് നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടത്. അശ്വതിയുമായിട്ട് ചില പാദങ്ങളിലുള്ളവരുടെ ചതയത്തിന് പൊരുത്തമുണ്ട്, ചില പാദങ്ങളിലുള്ളവരുടെ അശ്വതിയുടെ പൊരുത്തമില്ല. മനസ്സിലാക്കുക. ഇനി അടുത്ത ചതയമായിട്ട് പൊരുത്തമേ ഇല്ലാത്തൊരു നക്ഷത്രമാണ് ഉത്രട്ടാതി. അപ്പം വളരെ കുറച്ച് നക്ഷത്രങ്ങളായിട്ട് ഇവിടെ പൊരുത്തമില്ലാത്തുള്ളൂ. പക്ഷേ ഈ പറയുന്ന പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങൾ മിക്കതും കാർത്തിക ഉത്രട്ടാതിയും മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ നക്ഷത്രമായിട്ട് ഏകദേശം പൊരുത്തം വേണേ പറയാം. അതുകൊണ്ട് തന്നെ ശത്രുനക്ഷത്രങ്ങൾ കുറവെന്നും നമുക്ക് പറയാം. ഒരു 6 നക്ഷത്രങ്ങളുമായിട്ട് നമുക്കിവിടെ പൊരുത്തമില്ല എന്ന് പറയാവുള്ളൂ. ഇതിൽ 2 നക്ഷത്രങ്ങളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 27 നക്ഷത്രത്തിലുള്ള ബാക്കി, ഇപ്പോൾ 6 പോയി കഴിഞ്ഞാൽ 27 നക്ഷത്രത്തിൽ 21 നക്ഷത്രമായിട്ട് പൊരുത്തം നമുക്ക് പറയാം. ഇതിൽ ഉത്രട്ടാതിയും കാർത്തികയും മാത്രം മാറ്റി വെക്കുകയാണ്, ബാക്കി എല്ലാ നക്ഷത്രവും ഒരു അരപ്പൊരുത്തമുണ്ട്. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിൻ്റെ മുഴുവൻ 99% അല്ല 96% നക്ഷത്രങ്ങളുമായിട്ടും ചതയത്തിൻ്റെ പൊരുത്തമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ചതയം നല്ലൊരു നക്ഷത്രമാണ്. എല്ലാ കലാപരമായ കാര്യങ്ങളിലും വിജയിക്കാനുള്ള കഴിവും എല്ലാ ഭാഗത്തു നിന്നുള്ള സഹകരണങ്ങൾ കിട്ടുന്നു ചതയത്തിന് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ചതയം വളരെയധികം മുന്നോട്ട് പോകുന്ന ഒരു നക്ഷത്രമാണെന്ന്
നമുക്ക് മനസ്സിലാക്കാം. എല്ലാ ഫീൽഡിലും ഇവരെ രക്ഷപ്പെടും. ആരെങ്കിലുമൊക്കെ ഇവരെ സഹായിക്കാനായിട്ട് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ട് സിനിമ, സീരിയൽ മേഖലകൾ, ടെലിവിഷൻ മേഖലകൾ, ഏത് മേഖലയിലും ഇവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഹെൽപ്പേഴ്സ് വരും. ഹെൽപ്പേഴ്സ് വരുന്നതുകൊണ്ട് അധികം പ്രശ്നങ്ങളില്ലാതെ ഇവർ പെട്ടെന്ന് തന്നെ ലക്ഷ്യങ്ങളിലേക്ക് എത്തും. ആദ്യകാലങ്ങളിൽ കഠിനാധ്വാനം ഇവർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഇതിൽ പ്രധാന ഒരു കാര്യം, നമ്മുടെ നക്ഷത്രങ്ങളിൽ നമുക്കറിയാം, നക്ഷത്രത്തിൻ്റെ മൃഗം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. ഓരോ നക്ഷത്രത്തിന് ദേവതയുണ്ട്, നക്ഷത്രത്തിന് ഗണമുണ്ട്, നക്ഷത്രത്തിന് മൃഗമുണ്ട്, നക്ഷത്രത്തിന് പക്ഷിയുണ്ട്, നക്ഷത്രത്തിന് വൃക്ഷമുണ്ട്, മരമുണ്ട്. അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. ഈ സ്വഭാവങ്ങളും ഒരു വ്യക്തി നക്ഷത്ര ജാതകൻ കാണിക്കും. അതിലെടുത്തു പറയേണ്ട ഒരു നക്ഷത്ര മൃഗമാണ് 1ാം നക്ഷത്രമായ അശ്വതിയുടെ കുതിര എന്ന് പറയുന്ന മൃഗം. വേഗത ഏറ്റവും കൂടിയ ഒരു മൃഗമാണ് കുതിര. വാഹനങ്ങളുടെ ഏതൊരു കാര്യത്തിലും നമ്മൾ ഹോഴ്സ് പവർ എന്നാണ് പറയുന്നത്, കുതിരശക്തി. പക്ഷെ കുതിരശക്തിയാണ് പറയുന്നത്. കുതിരയുടെ വേഗത, സ്റ്റാമിന, വലിച്ചുകൊണ്ട് പോകാനുള്ള പവർ, അതിനാണ് കുതിരശക്തി, ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഹോഴ്സ് പവർ ഉള്ളത് അശ്വതി നക്ഷത്രത്തിനാണ്. നക്ഷത്രം 27 നക്ഷത്രത്തിൽ പിന്നെ കുതിര മൃഗമായിട്ട് വരുന്ന ആളുകളാണ് ചതയ നക്ഷത്രക്കാർ. എന്നും പറഞ്ഞ അശ്വതിയും ചതയും തമ്മിൽ അത്ര പൊരുത്തമില്ല, ഒരു ശകലം പൊരുത്തമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. വാക്കിറക്കങ്ങൾ നടക്കുകയാണ് സാധാരണ സംഭവിക്കാൻ പോകുന്ന കാര്യം. വാക്കിറക്കങ്ങൾ നടക്കുകയേ ഉള്ളൂ. അശ്വതിയും ചതയും മുന്നി വന്നു കഴിഞ്ഞാൽ വാക്കിറക്കങ്ങൾ നടക്കത്തുള്ളൂ. പക്ഷേ കുതിര എന്ന് പറയുന്ന മൃഗം രണ്ട് നക്ഷത്രക്കാർക്കേ ഉള്ളൂ. ഒന്ന് ചതയ നക്ഷത്രക്കാർക്കും ഒന്ന് അശ്വതി നക്ഷത്രക്കാർക്കും. അപ്പോൾ എന്താണ് കുതിരയുടെ പ്രത്യേകത? അതൊരു ലക്ഷ്യം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് തടസ്സങ്ങളെ ഭേദിച്ച് ഓടിയെത്തുക എന്നുള്ളതാണ് ഒരു കുതിരയുടെ സ്വഭാവം. അശ്വതി നക്ഷത്രക്കാർ കൂടുതൽ ബുദ്ധിമുട്ട്, ചതയന്മാർക്ക് അത്ര ബുദ്ധിമുട്ടില്ല. എങ്കിലും അവരൊരു ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യത്തിൽ അവർ ധൈര്യസമേതം എത്തിച്ചേരും. ഇതിൽ വിജയിക്കുന്നത് ചതയത്തിൽപ്പെട്ട സ്ത്രീകളാണ്. പുരുഷന്മാരുടെ കാര്യം ചതയത്തിലുള്ളവരുടെ അല്പം പുറകോട്ടാണ്. സ്ത്രീകൾക്കാണ് ഇതിൽ മുൻഗണന നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ചതയ നക്ഷത്രത്തിൽ സ്ത്രീകൾക്ക് മുൻഗണന വരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രവൃത്തികൾ, ആ ഒരു രീതി എല്ലാവരെയും ആകർഷിക്കുന്ന ഒരു പ്രവൃത്തികൾ ചെയ്യാൻ ചതയത്തിലുള്ളവർക്ക് സാധിക്കും. പിന്നെ കൂടുതലും ചതയ നക്ഷത്രത്തിലുള്ള ആളുകൾക്ക് ചെറിയൊരു രൂപവ്യത്യാസമുണ്ട്. ചതയ നക്ഷത്രത്തിലുള്ള ആളുകൾ വെളുത്ത നിറമുള്ള ആളുകളാണെങ്കിൽ അവർ മെലിഞ്ഞ ആളുകളായിരിക്കും. കറുത്ത നിറമാണോ ഉള്ളത് അല്ലെങ്കിൽ ഇരുനിറമാണോ ഉള്ളതെങ്കിൽ അവർ തടിയുള്ള ആളുകളായിരിക്കും. ഈ രണ്ട് ശരീരപ്രകൃതി കൂടി ചതയ നക്ഷത്രക്കാർക്ക് ഉണ്ട്. അപചാരിതമായിട്ട് മാത്രം പ്രായക്കൂടുകൾ കൊണ്ടോ മറ്റേതെങ്കിലും ഹോർമോൺ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ടോ ചില ഗുളികകൾ കൊണ്ടോ മാത്രം വെളുത്ത ആളുകൾ വണ്ണിച്ചു. പക്ഷേ വെളുത്ത ആളുകൾ ചതയത്തിലാണെങ്കിൽ അവർ തീർച്ചയായും മെലിഞ്ഞു ഉയരമുള്ള ആളുകളായിരിക്കും. ഇരുനിറത്തിലുള്ളവരും അല്പം കറുത്ത ശരീരമുള്ളവരുമായ നടമുള്ള ആളുകളായ ചതയങ്കാർക്കും ഉയരമുണ്ട്, അതിനൊത്ത തടിയുമുണ്ടാകും. ഇങ്ങനെ പെട്ടെന്ന് ചതയങ്കാരെ നമുക്ക് മനസ്സിലാക്കാം. അല്പം പതിഞ്ഞ ശബ്ദമായിരിക്കും. പതിഞ്ഞ ശബ്ദം, മാന്യമായ ഇടപെടൽ, നല്ല രീതിയിൽ ഉപദേശിക്കാനുള്ള കഴിവുകൾ. അതായത് കാര്യത്തെ കാര്യകാരണ സഹിതം ഒരു കാര്യത്തിൽ നിന്ന് മോശമായ അനുഭവമാണ് വരാൻ പോകുന്നത്, നല്ല അനുഭവമാണ് വരുന്നത്. ഒരു വ്യക്തിയെപ്പറ്റി കൃത്യമായി അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കണം. ആ വ്യക്തി സ്വഭാവം നല്ലതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവ രീതിയെപ്പറ്റി അനലൈസ് ചെയ്യണം. ആ വ്യക്തി എന്തിനു കൊള്ളും, ആ വ്യക്തി എത്ര മിടുക്കനാണ്, എത്രത്തോളം മിടുക്കനല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ചതയം. അവനത്ര പോരാ, ഒരു ചുണയില്ലാത്തവരുത്തൻ എന്നൊരു ദൂരത്തുനിന്നേ ഒരാളെ കണ്ടാൽ ആ വ്യക്തിയുടെ ചെയ്തികൾ നോക്കിയിട്ട് അനലൈസ് ചെയ്യേണ്ട ആവശ്യം ഇവർക്കില്ല. ദൂരയ്ക്കുന്നേ ഇവർക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ ഒരാളെ കണ്ടാൽ മനസ്സിലാവുന്ന നക്ഷത്രങ്ങൾ വേറെ കുറച്ചെണ്ണമുണ്ട്. അതുകൂടി കൂടെ നമുക്ക് സംസാരിക്കാം. രേവതി നക്ഷത്രത്തിലുള്ളവരാണ്. മാറി നിന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം തന്നെ ആ വ്യക്തി ഒരു പ്രസരിപ്പുള്ള വ്യക്തിയാണോ, ചുണയുള്ള വ്യക്തിയാണോ, തൻ്റെടമുള്ള വ്യക്തിയാണോ, പ്രസരിപ്പുള്ള സ്ത്രീയാണോ, ചുണയുള്ള സ്ത്രീയാണോ, തൻ്റെടമുള്ള സ്ത്രീയാണോ, അവരുടെ ക്യാരക്ടർ എങ്ങനെ എന്നുള്ളതൊക്കെ അവർ സംസാരിക്കാതെ, അവരെ പരിചയപ്പെടാതെ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കുക. അതിനലൈസ് ചെയ്യേണ്ടതാണ്. രണ്ടാമതായ ഒരു കഴിവ് കിടക്കുന്നത് മകീര നക്ഷത്രത്തിലാണ്. മകീര നക്ഷത്രത്തിലുള്ളവർക്കും ദൂരെ നിന്ന് തന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യക്തി ബുദ്ധിമാനായ വ്യക്തിയാണോ, ബുദ്ധിയുള്ള സ്ത്രീയാണോ, സൗന്ദര്യമുള്ള വ്യക്തിയാണോ, സൗന്ദര്യമില്ലാത്ത വ്യക്തിയാണോ എന്നൊക്കെ തിരിച്ചറിയാൻ
എത്ര ശതമാനം ഉണ്ട് ഇവരുടെ ഒരു കഴിവ് എന്നുള്ളത് നേരത്തെ തന്നെ അളന്നെടുക്കാൻ കഴിവ് മകരത്തിനുണ്ട്. അതുപോലെ തന്നെ തിരുവാതിരയ്ക്കുമുണ്ട്. അതുപോലെ തന്നെ ചതയ നക്ഷത്രത്തിനുണ്ട്. ഇത്രയും നക്ഷത്രക്കാർക്ക് ദൂരയ്ക്ക് തന്നെ ആളുകളെ അളന്ന് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ ഇത് ഇവർ പുറത്ത് പ്രകടിപ്പിക്കത്തില്ല. അവർക്കറിയാം മുന്നിൽ വരുന്ന ആളുകളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ കഴിവില്ല. അത് ആർക്കും മനസ്സിലാക്കാൻ കഴിവില്ല. ഈ പറഞ്ഞ ഇത്രയും ആർക്കും ക്യാരക്ടറോ സ്വഭാവമോ ഇനി അത്ഭുതകരമായ കഴിവുള്ള ആളാണെങ്കിലും മനസ്സിലാക്കാൻ കഴിവില്ല. പക്ഷേ അവർക്കൊരു അളവുകോലുണ്ട്. ആ മാനദണ്ഡം വെച്ചവർ മാനദണ്ഡം നടത്തും. ഈ പറഞ്ഞ ഇത്ര നക്ഷത്രക്കാരിൽ ഇവർക്ക് ആ ഒരു കഴിവ് കൂടിയുണ്ട്. ഇവരെങ്ങനെയാണ് മാനദണ്ഡം നടത്തുക? ചില ആളുകൾ പറയും അവരത്ര ഭംഗിയില്ലാത്ത ആളാണ്, പക്ഷെ അവരിടുന്ന വസ്ത്രങ്ങളൊക്കെ കൊള്ളാം, നല്ല ഡ്രസ്സിങ് സെൻസ് ഉണ്ട്, അല്ലെങ്കിൽ നല്ല മേക്കപ്പ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണം കൊള്ളാമെന്ന് ആരുടെയോ ചതയൻകാരുടെയോ ദേവതിക്കാരുടെയോ തിരുവാതിരക്കാരുടെയോ വസ്ത്രം കൊള്ളാം, മലയരക്കാരുടെയോ മകരക്കാരുടെയോ വസ്ത്രം കൊള്ളാമെന്നല്ല ഇവിടെ പറഞ്ഞത്. ഇവർ കാണുന്ന ആളുകളിൽ ആ വ്യക്തിയെ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷെ പുള്ളി ഇടുന്ന ആ ഉടുപ്പുകളൊക്കെ ഭംഗിയുണ്ട് എന്ന് പറയാൻ കഴിവ്. അതുപോലെ തന്നെ ആ വ്യക്തി അത്ര വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ ആ വ്യക്തിക്ക് ഇന്ന കാര്യങ്ങളിൽ കഴിവുണ്ട്, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ കഴിവുകൾ കണ്ടെത്താനുള്ള കഴിവ് ചില സമയം പറയും ആ വ്യക്തിക്ക് എത്ര കഴിവുണ്ടെങ്കിലും കാര്യമില്ല, ഒരു വകയാണ് എന്ന രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുള്ള ആളുകളാണ് ഞാൻ ഈ പറഞ്ഞ ആൾക്കാർ. രേവതി, ചതയം, തിരുവാതിര, മകയിരം, ഇത്രയും ആൾക്കാർ. ബാക്കിയുള്ളവർക്കൊക്കെ അടുത്തിടപെടുകയും പ്രവർത്തികളൊക്കെ കണ്ട് ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ നിങ്ങളുടെ അറിവ് ശേഖരത്തിലാക്കി പറഞ്ഞു തരികയാണ്. ഏകദേശം എനിക്ക് ശരിയെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എല്ലാം ഒന്നും നമുക്ക് കണ്ണടച്ച് അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. കാരണം ജീവിതത്തിൽ ചതി പറ്റി തോറ്റ് തുന്നം പാടിയിരിക്കുന്ന ഈ പറയുന്ന നക്ഷത്രത്തിലുള്ള ആളുകളും ഉണ്ട്. കാരണം വെച്ചാൽ ചതയത്തിലുള്ളവർ വളരെ ദുഃഖത്തിൽപ്പെട്ട് പരാജയത്തിൽപ്പെട്ട് നഷ്ടത്തിൽപ്പെട്ടൊക്കെ പോയി മനസ്സ് താർന്ന ആളുകളുമുണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ എല്ലാം ഒന്നും പൂർണ്ണമായി നമ്മൾ അങ്ങോട്ട് ബലം ഒന്നും കൊടുക്കണ്ട. ഒരു അറിവ് ശേഖരത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കുക. എനിക്ക് ഏകദേശം ശരിയാണിക്കും എന്ന് തോന്നിയ ചില ആളുകളെ പ്രത്യക്ഷത്തിൽ കണ്ട, ഈ നക്ഷത്രത്തിൽപ്പെട്ട ആളുകളെ നേരിട്ട് കണ്ട ഒരവസ്ഥയിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം എനിക്കൊരു തീരുമാനം കിട്ടി, ഇത് ക്യാരക്ടറൊക്കെ ശരിയാണോ എന്നൊക്കെ. ഞാൻ 2-3 വർഷം സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾ, മറ്റുള്ളവർ, സെലിബ്രിറ്റികൾ തുടങ്ങിയവരെ ചെയ്തികൾ, പ്രവർത്തികൾ തുടങ്ങിയവ നടത്തി അവർ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ സമമാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു മുഴുവൻ നേരം ഇരുന്ന് ചിന്തിച്ച് മനസ്സിലാക്കി കണക്ക് കൂട്ടിയെടുത്ത കാര്യങ്ങളാണ് ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരാളും പറയാറില്ല. കാരണം അവർ സാധാരണ രീതിയിൽ പഠിച്ചു, അത് മനസ്സിലാക്കി, അത്രേ ഉള്ളൂ. പക്ഷേ ഇത് കൂടുതൽ അനലൈസ് ചെയ്ത് മറ്റുള്ളവരിൽ ഇത് വർക്കാണോ, ഇത് ശരിയാണോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുന്ന ഒരു ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു നോട്ട് തയ്യാറാക്കാൻ സാധിച്ചത്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നക്ഷത്രമാണ് പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതി നക്ഷത്രത്തിന് ഏതെല്ലാം നക്ഷത്രവുമായിട്ട് പൊരുത്തമില്ല. എൻ്റെ ചതയങ്കാരൻ പറഞ്ഞപ്പോൾ ഇത്രയും പറയുന്ന നക്ഷത്രക്കാരുടെ പൊരുത്തമില്ല. ഇത്രയും പറയുന്ന ദിവസവും 6 പേരുമായിട്ടുള്ള ദിവസവും ഇത്ര ശുഭകരമല്ല കലണ്ടർ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക. അതിൽ ഇനി ചതയങ്കാർക്ക് ഏറ്റവും പൊരുത്തമുള്ള നക്ഷത്രക്കാരുണ്ട്. രേവതിയാണ്, അതുപോലെ തന്നെ തൃക്കേട്ടയുണ്ട്, തിരുവാതിരയുണ്ട്, ചോതിയുണ്ട്, വിശാഖമുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ എണ്ണം പറയണ്ട, ബാക്കിയുള്ളവരെല്ലാം പൊരുത്തത്തിൽ ഉണ്ടെന്ന് പറയും. അപ്പോൾ പൂരാടമായിട്ട് ചില തർക്കം ഉണ്ടാവാറുണ്ട്. ബാക്കി നക്ഷത്രവുമായിട്ടൊന്നും വലിയ പ്രശ്നങ്ങൾ നമുക്ക് പറയാനില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. ബാക്കി അവരവരുടെ സ്വഭാവം പോലെ തന്നെയാണ് ബാക്കി കാര്യങ്ങൾ. അടുത്തത് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നക്ഷത്രവും ഏതെല്ലാം നക്ഷത്രവുമായിട്ട് നമുക്ക് ചേരുകയില്ല അല്ലെങ്കിൽ പൊരുത്തമില്ല എന്നുള്ളത് മനസ്സിലാക്കാം. വിശാഖം നക്ഷത്രവുമായിട്ട് പൂരുരുട്ടാതി ചേരുകയില്ല, തർക്കമുണ്ടാവും, വാക്കുകാർക്കുണ്ടാവും. അടുത്തായിട്ട് ചോതി നക്ഷത്രവുമായിട്ട് പൂരുരുട്ടാതി ചേരുകയില്ല, പ്രശ്നങ്ങളുണ്ടാവും എന്ന് മനസ്സിലാക്കുക. ചിത്ര നക്ഷത്രവുമായിട്ട് പൂരുരുട്ടാതി ചേരുകയില്ല, അല്പം കൂടി വാക്കുകാർക്കും പ്രശ്നം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. അത്തം നക്ഷത്രവുമായിട്ട് പൂരുരുട്ടാതി ചേരുകയില്ല, തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. ഉത്തര നക്ഷത്രവുമായിട്ട് പൂരുരുട്ടാതി ചേരുകയില്ലെന്ന് മനസ്സിലാക്കുക, തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് മനസ്സിലാക്കുക. സ്വന്തം നക്ഷത്രമായ പൂരുരുട്ടാതിയും ചേരുകയില്ല ചില വാദങ്ങളിൽ. അപ്പോൾ മനസ്സിലാക്കാർക്കും പ്രശ്നങ്ങളും ഉണ്ടാവും, ആ ദിവസങ്ങളും ശുഭകരമല്ല. ഇനി അടുത്തത് രോഹിണി നക്ഷത്രവുമായിട്ടും പൂരുരുട്ടാതി ചേരുകയില്ല, തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. രേവതി നക്ഷത്രവുമായിട്ടും പൂരുരുട്ടാതി ചേരുകയില്ല, തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഭരണി നക്ഷത്രവുമായിട്ടും പൂരുരുട്ടാതി നക്ഷത്രം ചേരുകയില്ല, തർക്കങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. ഇപ്പം മനസ്സിലായോ? പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് അല്പം കൂടി ശത്രു നക്ഷത്രങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. 9 നക്ഷത്രക്കാർ, 9 നക്ഷത്രക്കാരുമായിട്ട് പൂരുരുട്ടാതിക്ക് പൊരുത്തമില്ല. അപ്പോൾ എന്തായിരിക്കും അനുഭവ ഫലങ്ങൾ? എല്ലാ ഭാഗത്തുനിന്നും അപമാനം, കുത്തുവാക്ക്. പ്രധാനമായും പൂരുരുട്ടാതിയിലുള്ള ആളുകളുടെ രൂപത്തെ ആയിരിക്കും ചിലർ ഇൻസൾട്ട്. കാരണം പൂരുരുട്ടാതി ഉള്ളവരെല്ലാം തീർച്ചയായും അല്പം ചില ആൾക്ക് ഉയരം ഉണ്ടാകും, ചില ആൾക്ക് ഉയരം ഉണ്ടാവുകയില്ല.
ആരോഗ്യമുള്ള ആളുകളുണ്ട്, ആരോഗ്യമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ മെലിഞ്ഞ ശരീരമായിരിക്കാം മിക്ക ആളുകൾക്കും പൂരട്ടാതി ഉള്ളവർക്കല്ല. പൊക്കം കൂടുന്നതും ഒരു സാധാരണ മനുഷ്യന് പൊക്കം ഉള്ളവരുണ്ടെങ്കിലും അവരുടെ രൂപപ്രകൃതിയെപ്പറ്റി ചിലർ ഇൻസൾട്ട് ചെയ്യാറുണ്ട്, പൊരുത്തമില്ലാത്ത ആളുകൾ. അപ്പോൾ പൊരുത്തമില്ലാത്ത 9 പേരുണ്ടെങ്കിൽ തീർച്ചയായും വെറുപ്പ് തുടങ്ങിയവ സമൂഹത്തിൽ നിന്ന് കൂടുതൽ ഏറ്റെടുക്കേണ്ടി വരിക, ഇൻസൾട്ട് ഏറ്റെടുക്കേണ്ടതായി വരിക, അപമാനപ്പെടുന്ന അവസ്ഥ എവിടെ ചെന്നാലും ഉണ്ടാകുന്നതുകൊണ്ട് എപ്പോഴും മാനസികമായി അല്പം വേദനിച്ചാണ് പൂരുരുട്ടാതിക്കാരുടെ ജീവിതം. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് എന്നോട് എല്ലാവരും ഇങ്ങനെ മോശമായി പെരുമാറുന്നു, എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ എല്ലാവരും പെരുമാറുന്നു, എന്തുകൊണ്ട് എന്നെ അപമാനിക്കുന്നു, ഇതിനൊന്നും ഉത്തരം കിട്ടാതെയാണ് പൂരുരുട്ടാതിക്കരിക്ക് എവിടെ നോക്കിയാലും പ്രശ്നം. എന്തിനാണ് ഇവരെല്ലാം എന്നോട് ചൂടാവുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടും ഇവരെല്ലാം എന്നെ കുറ്റപ്പെടുത്തുന്നല്ലോ. ഇനി ഒന്നും കിട്ടിയില്ലേ എൻ്റെ രൂപത്തെ കുറ്റപ്പെടുത്തുക. ഇങ്ങനെ പൂരുരുട്ടാതിക്കാരുടെ മനസ്സിൽ ചിലപ്പോഴൊക്കെ ചിന്തകൾ കറങ്ങാറുണ്ട്. ഇതിൻ്റെ കാരണം ഇതാണ്. 9 നക്ഷത്രമായിട്ടും പൊരുത്തമില്ല, 27 നക്ഷത്രത്തിൽ 9 നക്ഷത്രമായിട്ടും പൊരുത്തമില്ല. അപ്പോൾ നോക്കി വെച്ചോ, ഈ പറഞ്ഞ ഇത്രയും നക്ഷത്രക്കാരുമായിട്ടുള്ള സഹവാസം കുറയ്ക്കുക എന്ന് മാത്രമേ. ഇത്രയും നഷ്ടപ്പെട്ടവരെ പോയി ഉപദ്രവിക്കാനോ അടിച്ചു താഴെയിടാനോ അല്ല ഈ പറയുന്ന അർത്ഥം. അത് മനസ്സിലാക്കുക. അങ്ങനെയൊന്നും ചെയ്യരുത്. മനുഷ്യർക്ക് എല്ലാവർക്കും പൊരുത്ത വ്യത്യാസമുണ്ട്, പൊരുത്തമുണ്ടെന്ന് മനസ്സിലാക്കുക. ഇത്രയും നക്ഷത്രക്കാർ കുഴപ്പക്കാരല്ല, ഇവർക്കും ഉണ്ട് ഒരു ഡസൻ സാധനം. ഇവരും പൂരുരുട്ടാതിക്കാരോട് ചേരില്ല, ഇവരുടെ ശത്രുവർഷത്തിൽപ്പെട്ടാണ് പൂരുരുട്ടാതി മനസ്സിലാക്കുക. എല്ലാവർക്കും വീഴ്ച തന്നിട്ടുണ്ടോ മനസ്സിലാക്കുക. അടുത്തായിട്ട് പറയാനുള്ളത്, അപ്പം ഇത്രയും കാര്യങ്ങൾ വ്യത്യാസമുള്ളത് കൊണ്ട് പൂരുരുട്ടാതി ഉള്ള ആളുകൾ ഇതിൽ ഞാൻ പറയാത്ത ആളുകളുമായിട്ടുള്ള സഹകരണങ്ങൾ വയ്ക്കുക. അപ്പം അശ്വതിക്കാരുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമില്ല, അത് ഞാൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. അപ്പം അത് മനസ്സിലാക്കുക. അപ്പം ചെറിയ തോതിൽ ബാക്കിയുള്ള ഞാനിത് പറയാത്ത ആളുകളുടെ ലിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പം മനസ്സിലാക്കി 27 നക്ഷത്രത്തിൻ്റെ പേര് ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ട് 27 നക്ഷത്രം നിങ്ങൾക്ക് അല്ലെങ്കിൽ എവിടെ നിന്നും കുറിച്ചെടുക്കാൻ പറ്റും, കുറിച്ചെടുക്കുക. അതിലെന്നിട്ട് എന്ത് ചെയ്യുക, അത്രയും ഞാൻ പറഞ്ഞ പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ എല്ലാം പേരിൽ ഒരു വെട്ടുക. എന്നിട്ട് ബാക്കിയുള്ള നക്ഷത്രങ്ങൾ നിങ്ങൾ കാണാൻ പഠിച്ചു വെക്കുക. ആ നക്ഷത്രത്തിലുള്ള ആളാണെന്ന് ചോദിക്കുകയല്ലേ വേണ്ട, അവർ കള്ളം പറയും. ഒരാളോട് ചെന്ന് നക്ഷത്രം ചോദിച്ചാൽ അവർ കള്ളവേ പറയും. മനസ്സിലായോ? മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ചെയ്തികൾ പ്രവർത്തികളൊക്കെ മനസ്സിലാക്കാനും എങ്ങനെ പേര് നോക്കി നക്ഷത്രം മനസ്സിലാക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും കണ്ട് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങളുടെ സ്വന്തം ഒരു അനലൈസിങ് വെച്ച് നിങ്ങൾ ആളുടെ നക്ഷത്രം മനസ്സിലാക്കുക. ഏതെങ്കിലും തരത്തിൽ നക്ഷത്രം മനസ്സിലാക്കാമെങ്കിൽ പൊരുത്തമുള്ളതാണോ പൊരുത്തമില്ലാത്തതാണോ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള പ്രവർത്തി ചെയ്യുക. ഇനി നക്ഷത്രം ഒരാളോട് ചോദിക്കുമ്പോൾ അവരിൽ ഒരാൾ പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിൻ്റെ പേരാണ് പറയുന്നതെങ്കിൽ ഉടനെ അവരോട് ചോദിച്ചത് നീ ഞാനും പൊരുത്തമില്ല അല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദ്രവിക്കൊന്നും ചെന്നേക്കരുത്. അത് പിന്നെ നമുക്ക് ഭ്രാന്താന്ന് പറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊന്നും ചെയ്തേക്കരുത്, അങ്ങനൊന്നും പോയി പ്രകോപിതനാവരുത്. കാരണം ആരും തെറ്റല്ല, കാന്തിക മണ്ഡലമാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങൾ ഇത് ഏതർത്ഥത്തിൽ എടുക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം ആലോചന പോലെ ഇരിക്കും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഈ ചാനലോ ഞാനോ ഉത്തരവാദിയല്ലെന്ന് മനസ്സിലാക്കുക. ഇതൊരു അറിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക. ഒരു വിദ്യാഭ്യാസം നൽകുക, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഇതേപ്പറ്റി അറിവ് ശേഖരണം നൽകുക എന്നുള്ളത് ആണ് എൻ്റെ ഒരു ദൗത്യമായിട്ട് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. ഈ ഒരു അറിവ് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ചില ജീവിതത്തിൽ പരാജയം ഉണ്ടാകും. പരാജയത്തിൽ രക്ഷപ്പെടാൻ മാത്രമായിട്ടാണ് ഇതിലൂടെ ബിസിനസ് എങ്ങനെ നടത്താം അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഇത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ഏത് സെൻസിലാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് എനിക്കറിയില്ല, അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കണം. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുന്നവർ എന്തുകൊണ്ട് ചൂടാവുന്നു? നിങ്ങൾ ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ എന്തുകൊണ്ട് ജോലിക്കാരെ അനുസരിക്കുന്നില്ല? നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഓണർ എന്തുകൊണ്ട് നിങ്ങളോട് ദേഷ്യപ്പെടുന്നു? നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ നിങ്ങളോട് എന്തുകൊണ്ട് ഒച്ച വെക്കുന്നു എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾ മാറി നിന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോട് സഹകരിച്ച് മുന്നേറാനായിട്ടാണ് ഈ വീഡിയോയുടെ അർത്ഥം. അല്ലാതെ പൊരുത്തമില്ലാത്തവരെന്നും പറഞ്ഞുകൊണ്ട് അടിച്ചു ഓടിക്കാനോ വെടിയുണ്ടാക്കാനോ തമ്മിത്തല്ലുണ്ടാക്കാനോ അല്ല നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കാൻ ആരും പാടില്ല. കാരണം 27 നക്ഷത്രക്കാർക്കും വീതം വെച്ച് തന്നിട്ടുണ്ട്, ശത്രു നക്ഷത്രവും മിത്ര നക്ഷത്രവും. മനസ്സിലാക്കുക. അപ്പം മിത്രങ്ങളോടൊപ്പം കൂട്ടുകൂടുക. അല്ല ഒരാളുടെ ശത്രു നക്ഷത്രം മറ്റൊരാളുടെ മിത്ര നക്ഷത്രം എന്ന് മനസ്സിലാക്കുക. ഇപ്പം ഈ പറയുന്ന എനിക്കുമുണ്ട് ഒരു നക്ഷത്രം, അത് ഞാൻ പറയുന്നില്ല. ഈ പറയുന്ന എനിക്കുമുണ്ട് കുറേയധികം ശത്രു നക്ഷത്രങ്ങൾ. ആ ആളുകളാണ് ഇപ്പം വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് എൻ്റെ രൂപം കാണുമ്പോഴേ ദേഷ്യം വരുമെന്നും മനസ്സിലാക്കുക. ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ഇല്ല, സ്റ്റോപ്പ് ചെയ്യും. മനസ്സിലാക്കുക. പൊരുത്തമുള്ള ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക. ഇനി പകുതി പൊരുത്തമുള്ള ആളുകൾ, ചില പാദങ്ങളിൽ പൊരുത്തമുള്ള ആളുകളാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കുക. ഞാൻ എൻ്റെ നക്ഷത്രം വിശദമാക്കുന്നുമില്ല, നിങ്ങൾക്ക് കണ്ടെത്താനും പറ്റുകയുമില്ല. മനസ്സിലാക്കുക. അപ്പം എല്ലാ ആളുകൾക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും എല്ലാ ആളുകൾക്കും നമ്മൾ TV കാണുമ്പോഴും പ്രോഗ്രാം കാണുമ്പോഴും അതിലുള്ള സെലിബ്രിറ്റി തൊട്ട് എല്ലാവരോടും നമുക്ക് ഇന്ന നായകനെ ഇഷ്ടമല്ല, ഇന്ന നായികയും ഇഷ്ടമല്ല. എന്തുകൊണ്ട്? പൊരുത്തമില്ലാത്തതുകൊണ്ട്.
ഇന്ന നായകനെ ഇഷ്ടമാണ്, ഇന്ന നായിക ഇഷ്ടമാണ്. എന്തുകൊണ്ട്? പൊരുത്തമുള്ളതുകൊണ്ട്. ഇന്ന ഗായകനെ ഇഷ്ടമാണ്, ഇന്ന ഗായിക ഇഷ്ടമാണ്. പൊരുത്തമുള്ളതുകൊണ്ട്. ഇന്ന ഗായിക ഇഷ്ടമല്ല, ഇന്ന ഗായകനെ ഇഷ്ടമല്ല. എന്തുകൊണ്ട്? പൊരുത്തമില്ലാത്തതുകൊണ്ട്. മനസ്സിലായോ? ഇതാണ് സംഭവം. നമുക്കിഷ്ടമില്ലാത്ത ഒരാളെ മറ്റൊരാൾക്ക് ഇഷ്ടമായിരിക്കും, മറ്റൊരാൾക്ക് ഇഷ്ടമുള്ള ഒരാളെ നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. സംഭവിക്കുക ഇപ്പം വേണം പറയാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മനസ്സിലായോ? സ്ത്രീകളാണ് തിരിച്ചും. എന്തുകൊണ്ട് ഇങ്ങനത്തെ അനുഭവമൊക്കെ കിട്ടണേ? അവർ തമ്മിലാണ് പൊരുത്തമില്ലാത്തത്, നിങ്ങൾ തമ്മിലല്ല. അതാണ് മനസ്സിലാക്കുക. അപ്പം എല്ലാ മതവിഭാഗത്തിലാണേലും ഒരു ആകർഷണ വികർഷണമുണ്ട് എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മളോട് ഏറ്റവും നന്നായി പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിലൊക്കെ ചില സാറുമാർ നമ്മളോട് മാത്രമായിട്ട് പൊട്ടിത്തെറിക്കും. എന്തുകൊണ്ട്? അവരുടെ തെറ്റല്ല. എന്ന് കണ്ടാലും ദേഷ്യമാണ്. സാറിനെ കാണുമ്പോഴും ദേഷ്യം വരും, സാറ് നമ്മളെ കാണുമ്പോഴും ദേഷ്യപ്പെടും. എന്നും നമ്മളെ പഴി ചാറിക്കൊണ്ടേയിരിക്കും. എന്തിന് നമ്മൾ പഠിച്ചു കാണിച്ചാലും പഴി ചാറിക്കൊണ്ടേയിരിക്കും. പൊരുത്തമില്ല. അത് തന്നെയുള്ള പ്രശ്നം. പേരറിയാത്ത ഏതോ ഒരു നക്ഷത്രവും ഈ നക്ഷത്രവും തമ്മിൽ ഉള്ള വികർഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അധ്യാപകൻ ചിലപ്പോൾ നമ്മൾ ഉറച്ചു വെക്കും. എന്തുകൊണ്ട്? ഉത്തരം പറഞ്ഞാൽ പോലും നമ്മളോട് മോശമായി പറയും. എന്തുകൊണ്ട്? പൊരുത്തമില്ല. അത് തന്നെ. അപ്പം മനസ്സിലാക്കുക, ഫുള്ളായിട്ട് മനസ്സിലാക്കുക. ഇതൊന്നും ദുർവിനിയോഗം ചെയ്യാതിരിക്കുക. 60% മാത്രമായിട്ട് ഉൾക്കൊള്ളുക. ഇങ്ങനെയാണ് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ മനസ്സിലാക്കുക. ഫുള്ളായിട്ട് 27% പൊരുത്തമില്ല എന്ന് മനസ്സിലാക്കുക. അഡ്ജസ്റ്റ് ചെയ്യുക. ആരോടും വാക്കർക്കം ഉണ്ടാക്കാതിരിക്കുക. സമാധാനപരമായി ജീവിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ചില മാസങ്ങൾ ജനിച്ച ആളുകളുടെ പ്രത്യേകതകൾ നമ്മളിവിടെ സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. അതിലേക്ക് നമുക്ക് പോകാം. ജൂൺ നക്ഷത്രത്തിൽ നക്ഷത്രം എന്നാണ് വന്ന് ക്ഷമിക്കുക. നക്ഷത്രത്തെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചിട്ട് സംഭവിച്ച കാര്യമാണ്. ജൂൺ മാസത്തിൽ ജനിച്ച ആളുകളുടെ പ്രത്യേകതകളാണ് നമ്മൾ സംസാരിക്കുന്നത്. ജൂൺ മാസത്തിൽ ജനിച്ച ആളുകൾക്ക് സംഗീതം എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. സംഗീത മേഖലകളിൽ അവർ പ്രവർത്തിക്കാറുണ്ട്. സംഗീതം അവർക്ക് ഇഷ്ടമാണ്, സംഗീതം ആസ്വദിക്കാൻ ഇഷ്ടമാണ്, തുടങ്ങിയ കാര്യങ്ങൾ. അതുപോലെ തന്നെ ആശയവിനിമയം നന്നായിട്ട് നടത്താൻ കഴിവുള്ളവരാണ്. സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ, ചിലപ്പം ടെലികോളിംഗ് മേഖലയിലായിരിക്കാം, കസ്റ്റമർ കെയർ ആയിരിക്കാം, FM മേഖലകളിലായിരിക്കാം, റേഡിയോ ജോക്കി ആയിരിക്കാം, എന്ത് വേണമെങ്കിലും ആയിരിക്കാം. ജൂൺ മാസത്തിൽ ജനിച്ചവർക്ക് 27 നക്ഷത്രക്കാർക്ക് ഈ സ്വഭാവമൊക്കെ കാണിക്കാറുണ്ട്. അതിൽ നമുക്ക് പാദവ്യത്യാസമോ പൊരുത്തമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തായിട്ട് എഴുത്ത്, സാഹിത്യം തുടങ്ങിയ മേഖലകളുമായിട്ട് ബന്ധമുള്ള എല്ലാ പ്രവർത്തികളും ചെയ്യാനായിട്ട് ജൂൺ മാസത്തിലുള്ളവർക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. സാഹിത്യം, എഴുത്ത്, വര തുടങ്ങിയ കലാപരമായ കാര്യങ്ങളെല്ലാം ഇവർ ഇഷ്ടപ്പെടും. ഇവരെ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഇവർ എന്ത് കാര്യത്തിലും ത്യാഗങ്ങൾ ചെയ്യാനായിട്ട് ഇവർ സന്നദ്ധരാണ്. അതായത് എന്ത് കാര്യം വേണമെങ്കിലും ത്യജിക്കാനുള്ള ഒരു ഇഷ്ടം ഇവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. എല്ലാ സാഹചര്യത്തോടും ഇവർ പൊരുത്തപ്പെടും. ഏത് സാഹചര്യമാണെങ്കിലും ഇവർക്കൊരു വിഷയമല്ല. അവരെല്ലാ സാഹചര്യത്തോടും പൊരുത്തപ്പെടും. അധികം സംസാരിക്കുന്ന ആളുകളല്ല ജൂൺ മാസത്തിൽ ജനിക്കുന്നുണ്ട്. കാരണം അവർ ഇൻട്രോവെർട്ടുകളായിരിക്കും. കാരണം അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു കൃത്യമായൊരു ഓർഡർ ഉണ്ടാകും, ടൈം ടേബിൾ ഉണ്ടാകും. അപ്പം അത്രയും ചെറിയൊരു രീതിയിൽ ഇൻട്രോവെർട്ട് ആകുന്നതുകൊണ്ട് തന്നെ കൂടുതൽ പ്രവർത്തികളില്ല. കലാപരമായി പ്രവർത്തിക്കുന്നു, അല്ലാത്തപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ജൂണിലുള്ളവർ ഇത്രയും കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന സ്വഭാവ രീതികൾ കാണിക്കുമെന്നുള്ളത് മനസ്സിലാക്കാം. അടുത്താണ് നമുക്ക് ജൂലൈയിലേക്ക് പോകാം. ജൂലൈയിലുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം കൂടുതലാണ്. അവർ ഒറ്റയ്ക്കിരിക്കുന്ന ആളുകളാണ്. അവരും കൂടുതൽ സംസാരിക്കുന്ന ആളുകളല്ല. അടുത്തായിട്ട് എല്ലാ ആളുകളെയും സഹായിക്കുന്ന ആളുകളാണ്. എന്നാലും വളർന്നു നോക്കിയുള്ള സഹായങ്ങൾ മാത്രമേ ഇവർ ചെയ്യുകയുള്ളൂ. പൂർണ്ണമായും ഒന്നും ആളുകളെ ഒന്നും സഹായിക്കുന്ന ഒരു പ്രവർത്തിയൊന്നും ഇവർ ചെയ്യാറില്ല. അതുപോലെ തന്നെ ജന്തു സ്നേഹം, അതുപോലെ മൃഗങ്ങളോടും മറ്റ് ജീവികളോടല്ലേ ഇവർക്ക് വളരെയധികം സ്നേഹമുണ്ട്. അത്തരം ജീവികളെയൊക്കെ വളർത്തുന്നവർക്ക് ഇഷ്ടമാണ്. അടുത്തായിട്ട് മനക്കരുത്ത് കൂടിയ ആളുകളാണ്. അതുപോലെ സാഹസിക മനോഭാവമുള്ള ആളുകളാണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് തരുന്ന ഒരു സ്ഥലങ്ങളിൽ ഇവർ പോവുകയില്ല. ഇവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തികളൊന്നും ഇവർ ചെയ്യുകയില്ല. ഇവരെപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർ സന്തോഷം നൽകുന്ന സ്ഥലങ്ങളിലേക്ക് മാത്രം പോകും. സന്തോഷിക്കാനാണ് ഇവർക്ക് എപ്പോഴും ഇഷ്ടം. സിനിമകൾ കാണുകയാണെങ്കിൽ ഒന്നും നെഗറ്റീവ് തരുന്ന ഒരു കാര്യം ഇവർ കാണുകയില്ല. കോമഡികൾ കാണാനാണ് ഇവർക്ക് ഇഷ്ടം. ജൂലൈ ജനിക്കുന്ന ആളുകൾ. അതുപോലെ കൂടുതൽ യാത്രകൾ ഇവർ ഇഷ്ടപ്പെടുന്നു. ട്രാവലിംഗ് ചെയ്യാൻ വളരെയധികം ഇവർക്ക് ഇഷ്ടമാണ്. സ്പോർട്സ് മേഖല ഇവർക്ക് ഇഷ്ടമാണ്. ശാന്തമായിട്ട് എപ്പോഴും ഇരിക്കുന്ന ഇഷ്ടമാണ്. ശാന്തമായി ചിലപ്പോൾ ദേവാലയങ്ങളിലൊക്കെ പോയി ഒറ്റയ്ക്ക് സന്ദർശനം നടത്തി അവിടെ ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കാൻ അത് വളരെയധികം ഇഷ്ടമാണ്. എന്നും പറഞ്ഞുകൊണ്ട് മതപരമായ ചടങ്ങുകളിലോ ആചാരങ്ങളിലോ ആഘോഷങ്ങളിലോ പോയി ബഹളം വെച്ച് അതൊന്നും ചെയ്യാനൊന്നും ഇഷ്ടമൊന്നുമില്ല. ശാന്തത അത് വളരെ ഇഷ്ടമാണ്. അതായത് പിന്നെ ഒരു അക്രമ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ മുന്നിൽ കാണാൻ ചില സമയം ഇവർ പ്രതികരിച്ചിട്ട് വരും. അങ്ങനെയുള്ള പ്രതികരിക്കുന്ന ഒരു സ്വഭാവ രീതി കൊണ്ട് ഇഷ്ടമല്ലാത്ത കണ്ട പ്രതികരിച്ച്. പിന്നെ വിചിത്രമായ ചില ഹോബികളുണ്ടായിരിക്കും. വിചിത്രമായ ഹോബികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്റ്റാമ്പ് കളക്ഷൻ, കൂടുതൽ പടങ്ങളൊക്കെ ഒട്ടിച്ച് വെക്കുക, അങ്ങനെ ചില വസ്തുക്കൾ, അല്ലെങ്കിൽ ചില വീഡിയോകൾ ശേഖരിച്ച് വെക്കുക, അല്ലെങ്കിൽ ചില പാട്ടുകൾ ശേഖരിച്ച് വെക്കുക, ചില CD വാങ്ങിച്ച് വെക്കുക, ചിലതിനം കളക്ഷൻസ്
ഇപ്പം രൂപയുടെയൊക്കെ ആണെങ്കിലും കളക്ഷൻസ് ഉണ്ടാക്കി വെക്കുക, പഴയകാല നോട്ടുകളുടെയൊക്കെ കളക്ഷൻസ് ഉണ്ടാക്കി വെച്ച്, അങ്ങനെയുള്ള ചില പ്രത്യേകതര ഹോബികൾ, ചില ആളുകളുടെ ജീവിതത്തെ പറ്റിയുള്ള പ്രിൻറ്റുകൾ എടുത്ത് വെക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ വളരെയധികം ഇഷ്ടം ജൂലൈ ജനിച്ച ആളുകൾക്കുണ്ട്. 27 നക്ഷത്രത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ ഇത്രയുമാണ്. അപ്പം മനസ്സിലായി, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളുടെ ഒരു കിടപ്പ് മനസ്സിലായി. കൂടുതൽ മനസ്സിലാക്കുന്ന പാംശ്രീ മല്ലു എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് കാണുക, ആസ്ട്രോളജി 2020 പറയുന്ന പ്ലേലിസ്റ്റ് കാണുക, മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് പറയാനുള്ള കാര്യം, ഈ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക. താങ്ക് യു.